അമ്പലപ്പുഴയിൽ ശക്തമായൊരു മത്സരമാണ്. അമ്പലപ്പുഴയിൽ ആര് ജയിക്കുമെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ സുധാകരൻ സാഹിബിനും ആണൊരു സ്ഥാനാർത്ഥി എതിരായിട്ട് ജനപ്രിയനായിരുന്നു. ഏറെ ആളുകൾക്ക്, ആലപ്പുഴക്കാർക്കെന്നല്ല ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ ജനകീയനായിരുന്നു, ജനപ്രിയനായിരുന്നു, മിടുക്കനായൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം എന്തോ ഇന്ന് മാറി UDF സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് ശിഷ്യനായിരുന്ന ആളാണ് എതിരായി നിൽക്കുന്നത്. അവിടുത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആര് ജയിക്കുമെന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. എന്നാലും മഹാഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് സുധാകരൻ സാഹിബ് ജയിക്കുമെന്നാണ്. പൊതുവെ ആലപ്പുഴ കുറച്ച് കുഴപ്പമാണ്. ഉള്ളത് പറയണ ഒത്തു പറഞ്ഞ അല്ല, ആലപ്പുഴ പൊതുവെ അരൂര് ടൈറ്റ് ഫൈറ്റാണ്. ഞാൻ ആർക്കും ഒത്തു പറയുന്ന ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായി അരൂര് നല്ല ടൈറ്റാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ചേർത്തല, അവിടെ വലിയ ടൈറ്റൊന്നുമില്ല. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഈസിയായി ജയിക്കും. പിന്നെ ഞങ്ങളുടെ മണ്ഡലം താമരാക്ഷല്ല, ഞങ്ങളുടെ മണ്ഡലം തന്നെ അവിടെ നല്ല ടൈറ്റ് ഫൈറ്റാണ്. എന്നാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. അതിനപ്പുറമാണ് സുധാകരൻ സാഹിബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ കുട്ടനാട്, അത് മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റിരിക്കും. എന്താ ചിരിക്കുന്നത്? മറ്റൊന്ന് എനിക്കറിയില്ല. ഒരാഗ്രഹമല്ലേ ഇപ്പം. എനിക്ക് രാഷ്ട്രീയ മോഹമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. താങ്കൾക്കുള്ള മറുപടിയായിട്ടാണ് അന്ന് VD സതീശൻ പറഞ്ഞത് തോറ്റാൽ 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന്. കാരണം അദ്ദേഹം അങ്ങനെ പോകരുത്. കാരണം 100 കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം കിട്ടിയ അദ്ദേഹം ഒരിക്കലും പോകരുത്. അങ്ങനെ കൊള്ളാവുന്നൊരു പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അദ്ദേഹത്തിനാണ് വനവാസത്തിന് പോണത്. ആവേശം കയറിയ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം അദ്ദേഹം ചെയ്യരുതേ എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. എനിക്കൊരു വഴക്കില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് അഭിപ്രായങ്ങൾ പറയും. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തെ എറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കുന്നില്ല, അദ്ദേഹം എൻ്റെ സ്ഥാനവും വഹിക്കുന്നില്ല. പിന്നെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലതും എനിക്ക് വിയോജിപ്പുണ്ടാകും. നീക്കറിയല്ല, പണ്ട് ഞങ്ങൾ ചക്കരയും പീരായിട്ട് നടന്നതല്ലേ. എന്ത് തെറ്റിപ്പോയി? എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യല. അനുഗ്രഹിക്കാത്ത ദേവി എന്തിനാ കുമ്പിടണം? ആർക്ക്? ഞാനിപ്പോൾ പിന്തുണ കൊടുക്കുന്ന കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് പറയാനും പറ്റില്ല. മന്ത്രിമാരെല്ലാം ജയിക്കുമോ എന്ന് പ്രവചിക്കാൻ ഞാൻ ഒരു കേരള അടിസ്ഥാനത്തിൽ ഒന്നും രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാനൊരു പാവപ്പെട്ട സമുദായ പ്രവർത്തനല്ലേ. എനിക്ക് എന്നെ ചുക്കും ചുണ്ണാമ്പ് പറയാമോ? എന്നെ വെറുതെ വിട്ടേ കേട്ടോ.